മരണവാർത്ത കേട്ട ആഘാതത്തിലാണ് മാവേലിക്കര. കുടുംബത്തോടൊപ്പം യാത്ര ചെയ്ത 4 പേർ ഇനി മടങ്ങിയെത്തില്ല എന്ന് ആ നാടിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. 2 പേരുടെ സംസ്കാരം നാളെയും മറ്റു 2 പേരുടേത് പിന്നീടും നടക്കും. ബിന്ദുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സീറ്റിലിരുന്നത് അവരുടെ ഹസ്ബൻഡ് തന്നെയാണ്. അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണ്. അദ്ദേഹത്തിനെ പറ്റി യാതൊരു വിവരവുമില്ല. ബാക്കി ആരൊക്കെ എന്താണെന്നൊന്നും അറിയത്തില്ല. ഇടുക്കി പുല്ലുപാറ ബസ് അപകടത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. സംഗീതിന്റെ മൃതദേഹം നാളെ രാവിലെ 10-നും ബിന്ദുവിന്റെ മൃതദേഹം നാളെ വൈകിട്ട് 4-നും വീട്ടുവളപ്പിൽ സംസ്കരിക്കും. അരുൺ, ഹരി, രമാമോഹൻ എന്നിവരുടെ സംസ്കാരം പിന്നീട് നടക്കും. ഇരുവരുടെയും മൃതദേഹം മാവേലിക്കര ഗവൺമെന്റ് മോർച്ചറിയിലേക്ക് മാറ്റി. ഗുരുതരമായി തലയ്ക്ക് പരിക്കേറ്റ ഉഷ, ഭർത്താവ് രാധാകൃഷ്ണൻ എന്നിവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണമെന്ന് ഡ്രൈവർ ഉറപ്പിച്ചു പറയുന്നു. അവിടെ വളവ് വന്ന് ഒന്ന് ചവിട്ടിയപ്പോൾ ബ്രേക്ക് കിട്ടി, ഒന്നുകൂടെ ചവിട്ടി പെടല് കീഴോട്ടങ്ങ് പോയത്. പിന്നെ അപ്പോഴേ ഞാൻ അച്ഛനെ വിളിച്ചു, ചായ ബ്രേക്ക് പോയ ചായെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞാൻ മാക്സിമം ഇടത്തോട്ട് സ്റ്റിയറിംഗ് പിടിക്കാൻ നോക്കി, പക്ഷെ എൻ്റെ കൈ നിന്നില്ല. ബ്രേക്ക് പോയെന്ന് ഡ്രൈവർ ഉറക്കെ വിളിച്ചു പറഞ്ഞെന്ന് യാത്രക്കാരനും പറയുന്നു. ഡ്രൈവർ പറയുന്നത് ഞാൻ കേട്ടു, വാഹനത്തിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതായിട്ട്. അപ്പോൾ ബാക്കിയുള്ള പാസഞ്ചേഴ്സ് എല്ലാവരും ഉറക്കമായിരുന്നു. ഞാൻ ഉറങ്ങിയത് ഇരുന്നുകൊണ്ട് ഞാൻ ആ ലഗേജ് വെക്കുന്ന സ്റ്റാൻഡിൽ ഞാന്ന് കിടക്കുകയും അതിൽ നിന്ന് പൂർണ്ണമായിട്ടും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, ചെറിയ പരിക്കോടെ രക്ഷപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ആദ്യഘട്ടമായി KSRTC 5 ലക്ഷം രൂപ വീതം നൽകുമെന്ന് ഗതാഗത മന്ത്രി ഉറപ്പു നൽകി. ഈ മരിച്ച കുടുംബങ്ങൾക്ക് ആദ്യഘട്ടമായി ഒരു 5 ലക്ഷം രൂപ KSRTC നൽകും. എല്ലാ ചികിത്സാ ചെലവും, അവരുടെ ഹോസ്പിറ്റലിലുള്ളവരുടെ എല്ലാ ചികിത്സാ ചെലവും വഹിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.